നമ്മുടെ കർത്താവിനെ ഒന്ന് ഉയർത്തി വർണ്ണിച്ചതിന് ശേഷം കർത്തൃദാസന്മാർക്ക് ബാക്കിയുള്ള സമയം വേർതിരിക്കാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 24-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ആമുഖ സന്ദേശത്തിന് ആധാരമായി ബൈബിൾ തുറന്ന് ദയവായി. തിരുവചനം നമ്മുടെ ജീവന്റെ ആധാരമായിരിക്കയാൽ അതിനോടുള്ള ആത്മാർത്ഥതയും കൂറും നിമിത്തം വേദപുസ്തകം വായിക്കുന്ന സമയത്ത് തിരുവെഴുത്ത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അവഗണിക്കരുത്. ഈ വാക്യം വായിക്കുമ്പോൾ നിങ്ങൾ ബൈബിൾ തുറന്ന് ആ വാക്യത്തെ ശ്രദ്ധിക്കാൻ ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 24-ാമത്തെ വാക്യം ഞാൻ വായിക്കുകയാണ്. നസറേയനായ യേശുവേ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പിക്കുവാൻ വന്നുവോ? അങ്ങാരെന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ എന്ന് പറഞ്ഞു. കപർന്നഹൂമിലെ ഒരു സിനഗോഗിലാണ് ഈ വാക്യത്തിന്റെ പശ്ചാത്തലം കിടക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി മനുഷ്യനായി അവതരിച്ച്, സ്തോത്രം, നമുക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ച് പാപപരിഹാരം വരുത്തി സ്വർഗാരോഹണം ചെയ്തു. ഭൂമിയിലായിരുന്ന 33.5 വർഷക്കാലം കർത്താവിൻ്റെ ഇടവക സിനഗോഗ് എന്ന് പറയുന്നതാണ് പള്ളി എന്ന് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നത്. ആ ഭാഷ പറഞ്ഞാൽ കർത്താവിൻ്റെ ഇടവക പള്ളി എന്ന് പറയാം. നമ്മുടെ മലയാളിയുടെ ഭാഷ പറഞ്ഞാൽ അത് നസ്രത്തിലെ സിനഗോഗാന്ന് മനസ്സിലാക്കാൻ പറ്റും. അവിടെയാണ് കർത്താവ് വളർന്നത്. എന്നാൽ സ്നാനപ്പെട്ടതിന് ശേഷം ആദ്യത്തെ ശബത്ത് ദിവസത്തിൽ കർത്താവ് പോയത് നസ്രത്തിലെ സിനഗോഗിൽ തന്നെയാണ്. അവിടെ ചെന്ന് പുസ്തക സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങിച്ചതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗം വായിച്ച് പുസ്തകം മടക്കി കയ്യിൽ കൊടുത്തു. അവിടെ കാതലായും കാര്യമായിട്ടൊന്നും പറഞ്ഞതായി നമ്മൾ വായിക്കുന്നില്ല. എന്നാൽ അടുത്ത ശബത്ത് ദിവസങ്ങളിൽ കർത്താവ് കപർന്നഹൂമിലേക്ക് വരികയാണ്. കപർന്നഹൂമിലെ സിനഗോഗിൽ ചെല്ലുകയാണ്. അവിടെ ചെന്ന് പുസ്തകം വായിച്ചിരിക്കുകയല്ല അവിടെ എഴുതിയിരിക്കുന്നത്, അവരെ ഉപദേശിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. ഉപദേശിച്ചു. 21-ാമത്തെ വാക്യത്തിലുണ്ട്, അവർ കപർന്നഹൂമിലേക്ക് പോയി ശബത്തിൽ യേശു പള്ളിയിൽ ചെന്ന് ഉപദേശിച്ചു. യേശു ക്രിസ്തു അവിടെ ചെന്ന് ഉപദേശിക്കുന്നത് 22 ചേർത്ത് വായിക്കാം. കർത്താവിന്റെ ഉപദേശത്തിൽ അവർ വിസ്മയിച്ചു. കർത്താവ് ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടത്രേ അവരെ ഉപദേശിച്ചത്. സ്തോത്രം. ഒരു തിരിച്ചറിവ് ജനത്തിനുണ്ടാകുകയാണ്. മറ്റു സുവിശേഷം കൂടി വായിക്കുമ്പോൾ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കുറച്ചുകൂടെ സുന്ദരമായിട്ട് ലൂക്കോസ് എഴുതിയിട്ടുണ്ട്. എന്നാൽ കുറച്ചുകൂടെ ഇന്നത്തെ സന്ദേശത്തിന് ആധാരമായ ചില പദങ്ങൾ മർക്കോസിൽ നിന്നാണ് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗത്തെ മർക്കോസിൽ നിന്ന് വായിച്ചത്. ലൂക്കോസ് 4 ഈ കാര്യത്തെക്കുറിച്ച് പരാമർശമുണ്ട്. അവിടെ പറയുന്നത് ആ പള്ളിയിലെ ആളുകൾ ആശ്ചര്യപ്പെട്ടിട്ട് സ്തോത്ര ഹല്ലേലൂയ, ആശ്ചര്യപ്പെട്ടിട്ട് അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, നമ്മുടെ റബിമാരെ പോലെ അഥവാ ശാസ്ത്രിമാരെ പോലെ അല്ല, അധികാരമുള്ളവനായിട്ടാണ്. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ ഉപദേശം, യഹൂദന്മാർ പ്രസംഗം എന്ന് സാധാരണ പറയാറില്ല, അവർ കൂടുതൽ ഉപദേശം എന്നാണ് ഉപയോഗിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ഉപദേശം, ആ പ്രസംഗം കപർന്നഹൂമിൽ നടക്കുമ്പോൾ അവർക്ക് മനസ്സിലായ ഒരു കാര്യം, അവർ തിരിച്ചറിഞ്ഞൊരു കാര്യം, നമ്മുടെ ശാസ്ത്രിമാരെ പോലെ അല്ല. അപ്പൊ അതിനർത്ഥം അവരുടെ ശാസ്ത്രിമാരെല്ലാ ശബത്ത് ദിവസങ്ങളും സിനഗോഗിൽ പ്രസംഗിക്കാറുണ്ട്. പക്ഷെ യേശുക്രിസ്തു പ്രസംഗിച്ച ദിവസം അല്ലെങ്കിൽ ഉപദേശിച്ച ദിവസം അവർക്ക് മനസ്സിലായി, ഇവന്റെ പ്രസംഗം ശൈലിയല്ല, ശരീരഭാഷയല്ല, ശബ്ദമല്ല. അവർ തിരിച്ചറിഞ്ഞത് സ്തോത്രം, പ്രസംഗത്തിന്റെ പ്രസംഗപാഠമോ താളമോ അല്ലെങ്കിൽ പ്രാസമോ അതിന്റെ ഘനഗാംഭീര്യതയോ ഒന്നുമല്ല, അവതരണ ശൈലിയല്ല. അതിനകത്ത് തിരിച്ചറിഞ്ഞത് ഇതാണ്, യേശുക്രിസ്തുവിന്റെ ഉപദേശം ഭയങ്കര അധികാരത്തിലാണ്. സ്തോത്രം. ആരുടെ മേൽ? ഇരിക്കുന്ന ജനത്തിന്റെ മേൽ അധികാരത്തോടെയാണ് കർത്താവ് ഓരോ കാര്യങ്ങളും ഉപദേശിക്കുന്നത്. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് ആരാധനയിൽ പറയാം, വേണമെങ്കിൽ ദൈവത്തിന്റെ വചനമൊക്കെ ദേശാസ്ത്രിമാരെ കുറിച്ച് പറഞ്ഞു കേട്ടില്ലേ, ഒരലസതയോടെ, യാതൊരുവിധ ഗാംഭീര്യമില്ലാതെ, ഒരധികാരവുമില്ലാതെ, സ്തോത്രം, ആർക്ക് ഛേദമെന്ന ഭാവത്തിൽ വെറുതെ ഇരിക്കുന്ന ആളെ കൂടി മെനക്കെടുത്തി അവസാനിപ്പിക്കാം. പക്ഷെ കർത്താവിന്റെ പ്രത്യേകത, കർത്താവ് ഉപദേശിച്ചാൽ, പ്രസംഗിച്ചാൽ അത് ജനത്തിന്റെ മേലൊരു അധികാരത്തിലായിരിക്കും. സ്തോത്രം. ഇന്ന് പകലിൽ ദൈവസന്നിധിയിൽ സഭായോഗത്തിൽ പങ്കെടുക്കുന്ന ദൈവമക്കൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ കർത്തൃദാസന്മാർ കർത്താവിന്റെ ആത്മാവിലാണ് ശുശ്രൂഷിക്കുന്നത്. സ്തോത്രം. നിങ്ങൾ എവിടെ ഇരുന്ന് ആരാധനയിൽ പങ്കെടുത്താലും നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ വചനത്തിന് ഒരു അധികാരം, ആത്മീകമായിരിക്കുന്ന ശുശ്രൂഷയ്ക്ക് ഒരു അധികാരമുണ്ട്. ആ അധികാരം വെളിപ്പെടുമ്പോൾ സ്തോത്രം, ഇരിക്കുന്ന നിലയ്ക്ക് മാറ്റം വരുവാൻ, മനസ്ഥിതിക്ക് മാറ്റം വരുവാൻ, ആത്മീകതയ്ക്ക് മാറ്റം വരുവാൻ, സ്തോത്രം, യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ അധികാരം അവർ തിരിച്ചറിഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. പ്രഭാഷകനെ, ഞാൻ യേശുവിനോടുള്ള ബന്ധത്തിലല്ല, ഈ കാലഘട്ടത്തോടുള്ള ബന്ധത്തിൽ പറയാം, പ്രഭാഷകനെ തിരിച്ചറിയുന്നതിനേക്കാൾ കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷയിൽ വ്യാപരിക്കുന്ന അധികാരത്തെ അനുഭവിക്കാൻ തുടങ്ങിയാൽ, ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാം, നമ്മുടെ ശുശ്രൂഷകളിൽ ഭയങ്കര വിടുതലുകൾ വ്യാപരിക്കാനിടയാകും. അതുകൊണ്ട് ദൈവസന്നിധിയിൽ സഭായോഗത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവർ, ആദ്യത്തെ വാക്യം ഞാൻ പറയുകയാണ്, അധികാരത്തോടെ. ഇവർ കർത്താവിന്റെ ഈ പ്രഭാഷണം കേട്ട ആളുകൾക്ക് മനസ്സിലായി, സാധാരണക്കാരനല്ല, അധികാരിയാണ്. ജനങ്ങൾക്ക് മനസ്സിലായി, പള്ളിയിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് മനസ്സിലായി, യേശു ഒരു അധികാരിയാണ് എന്ന ഐഡന്റിറ്റി കാർഡ് കാണിച്ചിട്ടല്ല, കർത്താവ് മസിൽ പവർ എടുത്തിട്ടല്ല, യേശു ഉപദേശിക്കാൻ തുടങ്ങിയപ്പോഴേ അതിനകത്തിരിക്കുന്ന മനുഷ്യർക്ക് മനസ്സിലായി, ഇവനൊരു അധികാരിയാണ്. ഇന്ന് പകലിൽ സഭായോഗത്തിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണം, നാം ആരാധിക്കുന്നവൻ, നാം സ്തുതിക്കുന്നവൻ, നാം ഉയർത്തുന്നവൻ, നാം കേൾക്കുന്നവൻ, എന്റെ കർത്താവ് എന്റെ മേൽ, എന്റെ കുടുംബത്തിന്റെ മേൽ, എന്റെ കുടുംബജീവിതത്തിന്റെ മേൽ ഇത്ര അധികാരമുള്ളവനാണ് എന്റെ കർത്താവ് എന്ന് സഭായോഗത്തിൽ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ
6 പ്രസംഗം നമുക്ക് കിട്ടുന്നതല്ല. ഇതിന്റെ പുറകിൽ നിയോഗിക്കുന്നവന്റെ അധികാരം തിരിച്ചറിഞ്ഞാൽ അവിടെ അനുഗ്രഹവും വിടുതലും വ്യാപരിക്കാനിടയാകും. സ്തോത്രം, ഹല്ലേലൂയ. വേറൊരു വാക്യം ഞാൻ വായിച്ചിട്ട് ഈ ഭാഗത്തേക്ക് തന്നെ വരാം. അധികാരത്തെക്കുറിച്ച്, അല്ലെങ്കിൽ കർത്താവിന്റെ അധികാരത്തെക്കുറിച്ച്. സ്തോത്രം, പലർക്കും ഇവിടെ പ്രഭാഷണത്തിലാണ്, യേശുക്രിസ്തുവിന്റെ ഉപദേശത്തിലാണ് ജനങ്ങൾക്ക് ഈ തോന്നലുണ്ടായത്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു ഭാഗം, സ്തോത്രം, ഞാനിപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ലൂക്കോസിന്റെ സുവിശേഷത്തിനകത്ത് 20-ാമത്തെ അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ, 20-ാമത്തെ അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ ഇതാ ഞാൻ വായിക്കുന്നത്, ശ്രദ്ധിച്ചു. ആ ദിവസങ്ങളിലൊന്നിൽ കർത്താവ് ദേവാലയത്തിൽ ജനത്തോട് ഉപദേശിച്ച് സുവിശേഷം അറിയിക്കുമ്പോൾ മഹാപുരോഹിതന്മാരും, സ്തോത്രം, ശാസ്ത്രിമാരും മൂപ്പന്മാരുമായി അടുത്തു വന്ന് കർത്താവിനോട്, നീ എന്ത് അധികാരത്തോ കൊണ്ട് ഇത് ചെയ്യുന്നു? ഈ അധികാരം നിനക്ക് തന്നതാര്? ഞങ്ങളോട് പറക എന്ന് അവർ പറഞ്ഞു. സ്തോത്രം, കേൾക്കണേ പ്രിയപ്പെട്ടവരെ. ഇവിടെ കഴിഞ്ഞ ദിവസം കർത്താവ് ചെയ്തൊരു പ്രവൃത്തിയുണ്ട്. അത് പ്രവൃത്തി എഴുതിയിരിക്കുന്നത് 45-ാമത്തെ വാക്യം, 19-ാം അധ്യായത്തിന് 45-ാം വാക്യത്തിലാണ്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവാലയത്തിൽ ചെന്ന് വിൽക്കുന്നവരെ പുറത്താക്കി എൻ്റെ ആലയം പ്രാർത്ഥനാലയമാകുമെന്ന് എഴുതിയിരിക്കുന്നു. നിങ്ങളോ അതിനെ കള്ളന്മാരുടെ നമുക്കറിയാവുന്ന വളരെ പരിചിതമായ കാര്യമാണ്. കർത്താവ് ഒരിക്കൽ ദൈവാലയത്തിലേക്ക് വരിക. ആലയത്തിലേക്ക് വരുന്ന സമയത്ത് കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കത്തക്ക രീതിയിൽ ദൈവാലയത്തിൽ വാണിഭക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. വിൽപ്പനയും ശ്രോത്രെ വാങ്ങിക്കലൊക്കെ നടക്കുക. അതിന്റെ പശ്ചാത്തലങ്ങൾ മറ്റൊരു സന്ദേശത്തിൽ ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ട്, അവിടെ കിടക്കുന്നില്ല. അങ്ങനെ ചെയ്തപ്പോൾ കർത്താവ്, പെസഹായുടെ ദിവസങ്ങളാണത്, ആ പെസഹായുടെ ദിവസങ്ങളിൽ ഏകദേശം 10-12 ലക്ഷം യഹൂദന്മാർ യെരുശലേമിൽ ദൈവാലയത്തിൽ പെസഹായ്ക്ക് ലോകത്തിന്റെ നാനാഭാഗത്തായിരിക്കുന്നവരെല്ലാം ഒന്നിച്ചു കൂടുമെന്നാണ് ചരിത്രകാരന്മാർ പറഞ്ഞിരിക്കുന്നത്. 12 ലക്ഷം ആളുകൾ ശരാശരി വരാൻ സാധ്യതയുണ്ട് ആ കാലഘട്ടത്തിൽ. പെസഹായുടെ നാളിൽ യെരുശലേം പട്ടണത്തിൽ അത്രയും ക്രൗഡഡാണ് യെരുശലേം പട്ടണം. ആ ദിവസങ്ങളിൽ തിങ്ങി ഞെരങ്ങിയ ആളുകളാണ്. അതുപോലത്തെ ശ്രോത്രം വലിയ ഞെരുക്കം നമ്മുടെയൊക്കെ നാട്ടിൽ ചില പ്രധാന സ്ഥലങ്ങളിൽ കൺവെൻഷനുകൾ പ്രബലമായിരിക്കുന്ന അങ്ങനെ നടക്കുമ്പോൾ ആ ദിവസങ്ങളിലൊക്കെ ആ പട്ടണം മുഴുവൻ ശ്രോത്രം ജനനിബിഡമാകുന്നത് പോലെ ആ ദിവസങ്ങൾ യെരുശലേമിൽ യഹൂദന്മാരെ കൊണ്ട് ഭയങ്കര നിറഞ്ഞിരിക്കുക. അങ്ങനെ ദിവസങ്ങൾ ഒരു ദിവസമാണ് കർത്താവ് ഒറ്റയാനെ പോലെ ദൈവാലയത്തിനകത്ത് കയറിയിട്ട് പുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും ഒക്കെ നോക്കി നിൽക്കുമ്പോൾ ആരെയും കൂട്ടാതെ ഒരു ജാഥയായി ഒരു കൂട്ടം ആളുകളുമായി വന്നിട്ട് കൊടി പിടിച്ചുകൊണ്ട് കർത്താവ് ചെയ്യുകയല്ല. ഒറ്റയ്ക്ക്, ആരുടെ സഹായമില്ലാതെ 12 ലക്ഷത്തോളം യഹൂദന്മാർ നോക്കി നിൽക്കുമ്പോൾ ദൈവാലയത്തിനകത്ത് കയറി കാളകളെ അഴിച്ചുവിട്ടു, ആടുകളെ അഴിച്ചുവിട്ടു, പ്രാവുകളെ പറത്തുവിട്ടു, പൊന്നാണിയ പീഠങ്ങളെല്ലാം മറച്ചിട്ടു. സ്തോത്രം, ഹല്ലേലൂയ. ഇത് ചെയ്തിട്ട് അന്ന് അവിടെ വെച്ച് ഒരൊറ്റ പുരോഹിതനോ ഒരൊറ്റ പ്രമാണിയോ നീ എന്ത് കൈ കാണിക്കുന്നതെന്ന് ചോദിക്കാൻ ഒരുത്തനും എഴുന്നേറ്റില്ല. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ പറയാം, കർത്താവിന്റെ അധികാരം വെളിപ്പെടാൻ തുടങ്ങിയാൽ അത് അങ്ങ് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് യെരുശലേം ദേവാലയത്തിൽ മാത്രമല്ല, നിന്റെ വീട്ടിൽ അധികാരം വെളിപ്പെട്ടാൽ, നീ കൂടുന്ന സഭയ്ക്കകത്ത് അത് വെളിപ്പെട്ടാൽ, യേശുവിന്റെ അധികാരം വെളിപ്പെടുന്ന സ്ഥലത്ത് ഒരുവനും തിരിച്ചു ചോദിക്കുകയില്ല. അത്രയ്ക്ക് അധികാരമുള്ളവനാണ് നാം ആരാധിക്കുന്നവനായ കർത്താവ്. ഇന്ന് പകലിൽ ഈ സഭായകത്തിൽ പങ്കെടുക്കുന്ന എത്ര പേർക്ക് മനസ്സോടെ നിങ്ങളിരിക്കുന്ന വീടുകളിൽ അല്ല ഇവിടെ വന്നാണെങ്കിലും എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്, എൻ്റെ വീട്ടിൽ ഞാൻ സ്തോത്രം പറഞ്ഞ് എൻ്റെ ദൈവത്തെ ആരാധിച്ചിരിക്കുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ അധികാരം 2000 വർഷങ്ങൾക്ക് മുമ്പ് ദേവാലയത്തിനകത്ത് വെളിപ്പെട്ടതുപോലെ എത്ര പേർ സ്തോത്രത്തോടെ സ്വീകരിച്ച് പ്രാർത്ഥിക്കും. കേവലം ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുകയല്ല, നമ്മൾ സഭായോഗത്തിൽ പങ്കെടുക്കുക. മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ അധികാരിയായവൻ, ആ അധികാരിയുടെ അധികാരം ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർ ആത്മാർത്ഥമായി പറയണം, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, ഞാൻ ഇരിക്കുന്ന ഭവനത്തിൽ എന്റെ കർത്താവിന്റെ അധികാരം വെളിപ്പെടുന്ന ഒരു സഭായോഗമായി മാറണം. ഈ സഭായോഗം അങ്ങനെയായി മാറാൻ ആവശ്യക്കാർ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അപ്പൊ അധികാരത്തോടെ അന്ന്, സ്തോത്രം, ഹല്ലേലൂയ, അന്ന് 45-ാം വാക്യത്തിൽ പറയുന്ന ദൈവാലയത്തിൽ ശുദ്ധീകരിച്ച അന്ന്, അഥവാ ചാട്ടവാറെടുത്ത അന്ന് ഒരുത്തനും മിണ്ടിയില്ല. മിണ്ടാൻ കഴിയില്ല, യേശു ഒറ്റയ്ക്ക് മതി. ആരും ചോദിച്ചില്ല, ഇയാൾ ആരാന്ന് പോലും ചോദിച്ചില്ല, മിണ്ടിയില്ല. പക്ഷെ നമ്മൾ 20-ന്റെ 1 വായിച്ചത് ആ ദിവസങ്ങളിലൊന്നിൽ എന്ന് പറഞ്ഞാൽ അന്നല്ല, അവർക്കന്ന് ചോദിക്കണം എന്നുണ്ടായിരുന്നു. നമ്മൾ പറയുന്ന പോലെ ചുണ്ടൊക്കെ ചൊറിഞ്ഞു വന്നതാ, കൈയൊക്കെ ചുരുട്ടി വന്നതാ, പക്ഷെ ചോദിക്കുകയല്ല. സ്തോത്രം, ചോദിക്കുകയല്ല. പക്ഷെ ആ ദിവസങ്ങളിലൊന്നിൽ പുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരുമായി, വെറും പുരോഹിതരല്ല, മഹാപുരോഹിതന്മാർ, അവരെല്ലാം കൂടി കർത്താവിന്റെ അടുക്ക് വന്നിട്ടൊരു ചോദ്യം ചോദിക്കുക, നിനക്ക് ഈ അധികാരം തന്നതാര്? അതിനർത്ഥം എന്താ? കർത്താവ് ചിലത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇവരെക്കാൾ അധികാരമുള്ളവനാണവൻ. വേഷം കൊണ്ട് തോന്നത്തില്ലെങ്കിലും നിങ്ങൾക്കത് പറയുന്നത് മനസ്സിലാകുമല്ലോ. കർത്താവ് വലിയ വേഷഭൂഷാദികളിൽ ഒരുങ്ങി വരുന്നവനല്ല, സാധാരണക്കാരുടെ ഇടയിൽ വന്നവനാണ്. അതുകൊണ്ടാണ് കർത്താവ് പ്രാർത്ഥിക്കാൻ പോയ മലയിൽ 12 ശിഷ്യന്മാരും കർത്താവ് ഉണ്ടായിരുന്നു. ഈ 13 പേര് നിൽക്കുമ്പോൾ ഇതിനകത്ത് ആരാണ് യേശുവെന്ന് വേഷം കൊണ്ടോ അല്ലെങ്കിൽ കിരീടം കൊണ്ടോ കഴിവ് കൊണ്ടോ ഒന്നും തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ട് യൂദയ്ക്ക് ചുംബനം കൊണ്ട് കാണിച്ചു കൊടുക്കേണ്ടി വന്നേ അവരെ. ഇന്ന് പകരം ഞാൻ ആത്മാവിൽ പറയാം, സ്തോത്രം, ഹല്ലേലൂയ, വേഷം കൊണ്ടും വേഷഭൂഷാദി കൊണ്ടല്ല, അധികാരം കൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഈ നിൽക്കുന്ന പുരോഹിതന്മാരായിരിക്കാം ഒരുപക്ഷെ ഇതിന്റെയൊക്കെ കാവൽക്കാർ. പക്ഷെ അവർക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, എന്നെക്കാൾ അധികാരമുള്ളവൻ. എത്ര പേർ വിശ്വസിക്കും ഇന്ന് പകൽക്കാലം നിങ്ങളെ വിചാരിച്ചവരെക്കാൾ, നിങ്ങളെ വെല്ലുവിളിച്ചവരെക്കാൾ, നിങ്ങളെ തടഞ്ഞു നിൽക്കുന്നവരെക്കാൾ, നിങ്ങളെ എന്താ പറയുക വകഞ്ഞു വെച്ചിരിക്കുന്നവരെക്കാൾ അധികാരമുള്ളവനാണ് നാം ആരാധിക്കുന്ന കർത്താവായ യേശുവെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ അവിടെ ഇരുന്നുകൊണ്ട് ആത്മാവിൽ സന്തോഷത്തോടെ സ്തോത്രം ചെയ്തുകൊണ്ട് പറ, അധികാരമുള്ളവൻ. നിന്റെ അധികാരം, ഇതിനൊക്കെ എവിടെ നിന്നാണ് നിനക്ക് അധികാരം തന്നത് എന്നത് അവര് ചോദിക്കുക.
സ്തോത്രം. ഇന്നത്തെ ആമുഖ സന്ദേശത്തിലെ പ്രധാന ഭാഗം സ്തോത്രം, ഇവരുടെ ജനങ്ങൾ പള്ളിയിൽ വെച്ച് ജനങ്ങൾ യേശുവിന്റെ അധികാരം തിരിച്ചറിഞ്ഞു. അത് ഉപദേശത്തിലൂടെ. ദൈവാലയത്തിൽ വെച്ച് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും യേശുവിന്റെ അധികാരം തിരിച്ചറിഞ്ഞു. അത് വാചകത്തിലൂടെ അല്ല, പ്രവൃത്തിയിലൂടെ. ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഈ ഭാഗം വായിച്ച് ധ്യാനിക്കുമ്പോൾ വളരെ പരിചിതമായ ഭാഗമാണെങ്കിലും ഈ ഭാഗം ആമുഖ ചിന്തയ്ക്കെടുക്കുമ്പോൾ കർത്താവിൻ്റെ ഹൃദയത്തിൽ തന്ന പ്രേരണ, ഈ ആണ്ടിൻ്റെ ആരംഭ ദിവസങ്ങൾ കേൾക്കുന്ന സന്ദേശമാണിത്. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിൻ്റെ അധികാരം നിന്റെ വീട്ടിൽ വെളിപ്പെടുമ്പോൾ ചിലർ അറിയട്ടെ നീ ആരാധിക്കുന്നവൻ്റെ പവർ അത്ര വലുതാണെന്ന്. അതിൻ്റെ പ്രവൃത്തികൾ, ഒരു ശുദ്ധീകരണം. വേണ്ടാത്തതിനെല്ലാം പറത്തിവിടേണ്ടതിനെ പറത്തിവിടാനും, അഴിച്ചുവിടേണ്ടവനെ അഴിച്ചുവിടാനും, മറിച്ചു കളയേണ്ടതിനെ മറിച്ചു കളയാനും അധികാരമുള്ളവനാണ് കർത്താവെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് പലക്കാലം എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവർ ദൈവസ്ഥനെ പറ, ചിലത് ഞങ്ങളുടെ ജീവിതത്തിൽ അഴിച്ചുവിടട്ടെ, ചിലതിനെ പറത്തിവിടട്ടെ, ചിലതിനെ മറിച്ചു കളയട്ടെ. അങ്ങനെ കർത്താവിന്റെ അധികാരം വെളിപ്പെടാനിടയാകട്ടെ. മർക്കോസിലേക്ക് മടങ്ങി വരിക. വായിച്ച വാക്യം, സ്തോത്രം, ഹല്ലേലൂയ. 24-ാമത്തെ വാക്യം. 24-ാമത്തെ വാക്യത്തിനകത്ത് മനുഷ്യനല്ല, മഹാപുരോഹിതനല്ല, സാധാരണക്കാരല്ല, സാക്ഷാൽ പിശാച് അഥവാ ദുരാത്മാവ് തിരിച്ചറിയുകയാണ് യേശു ആരാന്ന്. അറിയുക തന്നെയല്ല, പറയുകയാണ് യേശു ആരാന്ന്. അവിടെയാണ് എൻ്റെ 1-2 ചിന്തകൾ കിടക്കുന്നത്. അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ച് കർത്തൃദാസനെ സങ്കീർത്തന ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിക്കാം. 1:23 മുതൽ താഴേക്ക് ഞാൻ അങ്ങ് വായിക്കാം. അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ നിലവിളിച്ചു. ആ പേന ഞാൻ കയ്യിലുണ്ടെങ്കിൽ ആ വാക്കിൻ്റെ അടിയിലേക്ക് ഒന്ന് വരയിട്ടേക്കണം കേട്ടോ. സ്തോത്രം. അത് വരയിട്ടുകൊണ്ട് പ്രത്യേകിച്ച് നമുക്കൊന്ന് ആ വരയിട്ടത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുമ്പോൾ സന്തോഷത്തോടെ 4 സ്തോത്രം പറയാൻ. അതിനാ വരയിടാൻ പറഞ്ഞത്. എന്തിനാ എവിടെയാണെന്നറിയാമോ? മൊത്തത്തിൽ കുത്തി വരയ്ക്കരുത്. ആ നിലവിളിച്ചു എന്ന വാക്കിൻ്റെ അടിയിൽ മാത്രം ഒരു വരയിടണം. ആരാ നിലവിളിച്ചെന്നറിയാമോ? ആരാ നിലവിളിച്ചെന്നറിയാമോ? സ്തോത്രം. അവിടെ നിലവിളിച്ചത് ആ മനുഷ്യൻ എന്നുള്ളതല്ല, ദുരാത്മാവ്, അശുദ്ധാത്മാവാണ് ഇപ്പോൾ രംഗം കൈയടക്കിയിരിക്കുന്നത്. ആ മനുഷ്യനിൽ ആവഹിച്ച് കയറിയിരിക്കുക. അവിടെ നിലവിളിച്ച് പറയുന്നത് അശുദ്ധാത്മാവാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ പറയാം, യേശുക്രിസ്തു സ്തോത്രം വന്നിട്ട് 2000 വർഷമായി. മാനവചരിത്രം 6000 വർഷത്തെ പിന്നിട്ടിരിക്കുക. അന്നത്തെ കണക്കനുസരിച്ച് കഴിഞ്ഞ 4000 വർഷം, ഏത് യേശു വരുന്നത് വരെയുള്ള കണക്കനുസരിച്ച് 4000 വർഷങ്ങൾ ആയിരക്കണക്കിന് ആളുകളെ കരയിപ്പിച്ച, നിലവിളിപ്പിച്ച പിശാച്. സ്തോത്രം. മനസ്സിലാവെന്ന് പറയുന്നത്, ഒരുപാട് പേരെ കരയിപ്പിച്ച പിശാച് ഇന്ന് പള്ളിക്കകത്ത് കരയുകയാണ്. ആരെ കണ്ടിട്ട്? ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശുവിനെ അവനെ കണ്ടിട്ട് നിലവിളിക്കുകയാണ്. ഈ പകൽക്കാലം ഞാൻ നിന്നോട് പറയാം, നിന്നെ കരയിപ്പിച്ച ശക്തികൾ, കഴിഞ്ഞ വർഷക്കാലങ്ങളിൽ മുഴുവൻ നിന്നെ നിലവിളിപ്പിച്ച, നിന്റെ കൈലേസ് നിറച്ച് കണ്ണുനീരായി സ്തോത്രം അതുപോലെ നൊമ്പരപ്പെടുത്തിയ, കരയിപ്പിച്ച അന്ധകാര ശക്തികൾ, അവനെ കരയിപ്പിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ അത് നമ്മൾ ആരാധിക്കുന്ന കർത്താവാണെന്ന് ഞാൻ ആത്മാവിൽ പറയുമ്പോൾ എത്ര പേർക്ക് കർത്താവിന്റെ അധികാരം അറിഞ്ഞുകൊണ്ട് ദൈവത്തിന് നന്ദി പറയാൻ പറ്റും? ഇവിടെ പള്ളിക്കകത്ത് നിലവിളിക്കുന്നത് ആ പള്ളിക്കകത്തിരിക്കുന്ന ചാക്കോച്ചനും അമ്മണിയല്ല, പിന്നെ ആരാണ്? അശുദ്ധാത്മാവ്. സംഭാഷണങ്ങൾ ആ മനുഷ്യന്റെ അല്ല, ആ ഡയലോഗുകൾ പിശാചിന്റെയാണ്. അപ്പോൾ എഴുതിയിരിക്കുന്നു, അവൻ നിലവിളിച്ചു എന്നും പറഞ്ഞുകൊണ്ടാണ് സംഭവം ആരംഭിക്കുന്നത്, സുവിശേഷം ആരംഭിക്കുന്നത്. അവൻ നിലവിളിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, നസ്രയനായ യേശുവേ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? നമുക്ക് സാധാരണ വായനയിൽ പിടികിട്ടാത്ത ഒരു വാക്കാണ്. ഒന്നിലധികം ഭാഗത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്തെന്ന്. എന്നേക്കാൾ ജ്ഞാനമുള്ളൊരു വേദ വ്യാഖ്യാതാവ്, ഒരു ബൈബിൾ ടീച്ചർ ആ ഭാഗത്തെക്കുറിച്ച് ഒരിക്കൽ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. ആ വാക്കിന് വേദപുസ്തകത്തിന്റെ ഒറിജിനൽ ഭാഷയിൽ ഇങ്ങനെ ഞങ്ങൾക്ക് നിനക്കും തമ്മിൽ എന്ത് എന്നതിനെക്കുറിച്ച് നമ്മുടെ മലയാളികളായ മിടുക്കരായ കർത്തൃദാസന്മാർ ശുദ്ധമായിട്ട് വ്യാഖ്യാനിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് അങ്ങനെ തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടെ ഗാംഭീര്യമായി, കുറച്ചുകൂടെ ജ്ഞാനിയായിരിക്കുന്ന കർത്തൃദാസന്റെ ബൈബിൾ ക്ലാസ്സിൽ ഞാൻ കേട്ടത് ഇങ്ങനെയാണ്. സാത്താൻ അല്ലെങ്കിൽ പിശാച് ചോദിച്ചത് ഇങ്ങനെയാണ്. സ്തോത്രം, ഹല്ലേലൂയ. സാത്താന്റെ ഒരു ടെറിട്ടറി ഉണ്ട്. അവൻ ചില ആളുകളെ കൈയടക്കി വെച്ചിരിക്കുക. ഈ പള്ളിക്കകത്താണെങ്കിൽ പോലും അവിടെ അങ്ങ് സ്തോത്രം ചിലപ്പോൾ ഗദരദേശത്തിലെ ഭൂതഗ്രസ്തൻ, അപ്പൊ ആ ഭൂതഗ്രസ്തന്റെ കേസ് പറയുമ്പോൾ അവിടെയും ഈ സാത്താൻ ഇത് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് നിനക്കും തമ്മിൽ എന്ത്? സ്തോത്രം. അതിനെക്കുറിച്ച് അദ്ദേഹം വ്യാഖ്യാനിച്ചത് ഇങ്ങനെയാണ്. ഗദരദേശത്ത് അവിടെ നിന്ന് സാത്താൻ ആദ്യം, അല്ലെങ്കിൽ പിശാച് ആദ്യം യേശുവിനോട് ആവശ്യപ്പെട്ടൊരു കാര്യം ഇതാണ്, ഞങ്ങളെ ഈ ദേശത്തുനിന്ന് പറഞ്ഞയക്കരുത്, ഇവനിൽ നിന്ന് പുറത്തിറങ്ങാം, പക്ഷേ ഈ നാട്ടിൽ നിന്ന് ഞങ്ങളെ വിടരുത്. അതിന് അദ്ദേഹം വ്യാഖ്യാനിച്ചത് ഇങ്ങനെയാണ്, ചില ടെറിട്ടറി ഉണ്ട്, ചില ആളുകളുണ്ട്, അത് പിശാച് കൈയടക്കി വെച്ചിരിക്കുക, അത് അവന്റെ മേഖലയാണ്. അതിനകത്തേക്ക് യേശു ഇപ്പൊ കയറിയിരിക്കുക. അതുകൊണ്ട് ആ ചോദ്യത്തിന് ഇങ്ങനെ ഒരു അർത്ഥമുണ്ടെന്ന് പറയുന്നു. എന്റെ വ്യാഖ്യാനമല്ല, ഞാൻ കേട്ടതാണ്. സ്തോത്ര. വ്യാഖ്യാനം ഇങ്ങനെയാണ്, പിശാച് ചോദിച്ചത്, എന്റെ ഭരണകേന്ദ്രത്തിലേക്ക് അല്ലെങ്കിൽ എന്റെ ടെറിട്ടറിയിലേക്ക് നീ ഇപ്പൊ കയറി വന്നത് എന്തിനാണ്? ഉപദ്രവിക്കരുത് എന്നൊരു റിക്വസ്റ്റ് ആണ് അതിനകത്ത് കിടക്കുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാനിന്ന് പകൽക്കാലം പറയാം,
ഈ മണ്ണിൽ എവിടെയും ദുഷ്ടൻ വളച്ചു വെച്ചിരിക്കുന്ന വ്യക്തികളോ വസ്തുതകളോ അവകാശങ്ങളോ നിങ്ങളോട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നേരത്തെ അപ്പോയിന്റ്മെന്റ് എടുക്കാതെ, ടിക്കറ്റ് എടുക്കാതെ, ചോദിക്കാതെ, അനുവാദമില്ലാതെ അതിനകത്ത് കയറാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവെന്ന് ഈ സഭായോഗത്തിൽ വിശ്വസിക്കുന്നു. ഇന്ന് നിങ്ങളെ ദുഷ്ടന്റെ ടെറിട്ടറി പൊളിച്ച് അതിനകത്ത് അവൻ കയറട്ടെ, അവൻ നിലവിളിക്കട്ടെ. നീ എന്തിനാ ഇപ്പോ എന്റെ സാമ്രാജ്യത്തിലേക്ക് കയറിയത്? അവൻ കൈയടക്കി വെച്ചിരിക്കുന്നെങ്കിൽ അവിടേക്ക് കയറാൻ കരുത്തുള്ളവനാണ് കർത്താവ്. അതുമല്ല നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്ന വാക്യതാണ്, ഞങ്ങളെ നശിപ്പിക്കുവാൻ വന്നുവോ? എനിക്ക് ചോദ്യങ്ങളൊക്കെ വായനയിൽ പരിചയമാണെങ്കിലും ഇന്ന് രാവിലെ ധ്യാനിച്ചപ്പോൾ ഭയങ്കരമായ സന്തോഷവും ഒക്കെ തോന്നി. കാരണം എന്താ? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ കക്ഷി അങ്ങനെ നിലവിളിക്കാറില്ല. ആര്? ഈ പിശാച്, ദുർഭൂതങ്ങൾ. ഇവിടെ എഴുതിയിരിക്കുന്നു, ഞങ്ങളെ നശിപ്പിക്കാൻ വന്നു. സാധാരണ പ്രധാനപ്പെട്ട പണി. ഒരു മനുഷ്യന് പിശാച് കയറി എന്താ ചെയ്യുന്നത്? വാസ്തവത്തിൽ പള്ളിക്കകത്ത് എന്തിനാ പിശാച് കയറിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഭൂതം കയറിയിരിക്കുന്നത്, ദുരാത്മാവ് കയറിയിരിക്കുന്നത്? ഒരു മനുഷ്യനിൽ അശുദ്ധാത്മാവ് എന്തിനാ കയറുന്നത്? 5 കാര്യങ്ങൾ ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് പഠിച്ചത് നിങ്ങളോട് പറയാം. 5 കാര്യങ്ങൾ. സ്തോത്രം, ഹല്ലേലൂയ. എന്തിനാണ് കയറുന്നത് എന്നതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. വിശുദ്ധ മർക്കോസ് 9 ഒരപ്പൻ മോനെ കൊണ്ട് വരുന്ന ഒരു രംഗമുണ്ട്. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് വായിക്കുമ്പോൾ അശുദ്ധാത്മാവിനെ എല്ലാ സ്ഥലത്തും ഒരുപോലത്തെ പരിപാടിയുള്ളൂ. അതുകൊണ്ട് അവന്റെ പദ്ധതിയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന വാക്കുകൾ ഞാൻ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. 9-ാം അധ്യായത്തിന്റെ 18, 22 2 വാക്യങ്ങൾ വായിക്കുമ്പോൾ 18-ാം വാക്യം ഇങ്ങനെ പറയുന്നത്, മർക്കോസ് 9:18. അവിടെ എഴുതിയിരിക്കുന്നു, അത് അവൻ ഈ അശുദ്ധാത്മാവ്, ദുരാത്മാവ് അവനെ എവിടെ വെച്ച് പിടിച്ചാലും അവനെ തള്ളിയിടുന്നു. ഒന്നാമത്തെ കാര്യം, എന്തിനാണ് ദുരാത്മാവ് ഒരു മനുഷ്യന് കയറുന്നത്? ദുരാത്മാവ് എന്തിനാണ് ഒരു വീട്ടിൽ കയറുന്നത്? ദുരാത്മാവ് എന്തിനാണ് ഒരു സഭയിൽ കയറുന്നത്, ഒരു പള്ളിക്കകത്ത് കയറുന്നത്? അവന്റെ അജണ്ട എല്ലായിടത്തും ഒരുപോലെയുള്ളൂ. ആരെയും നന്നാക്കാൻ വേണ്ടി ഇന്ന് വരെ കയറിയ ചരിത്രമില്ല. ഇവിടെ പറയുന്നു തള്ളിയിടുന്നു, തള്ളിയിടുന്നു. അത് പറയുമ്പോൾ ഒരു വാക്യം കൂടി ചേർത്ത് വായിക്കാം. സങ്കീർത്തനങ്ങൾ 62:4 എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അവരുടെ പദവിയിൽ നിന്ന് തള്ളിയിടാനത്രേ. 62-ാം സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അവന്റെ പദവിയിൽ നിന്ന് അവനെ തള്ളിയിടുവാനത്രേ അവർ നിരൂപിക്കുന്നത്. കർത്താവ് മനുഷ്യന് പദവി കൊടുത്തിട്ടുണ്ട്, പ്രത്യേകിച്ച് രക്ഷിക്കപ്പെട്ടവർക്ക്. അതിന് ഉപദേശിയാകണമെന്നോ സഭയുടെ വലിയ പ്രസിഡന്റ് ആവണമെന്നൊന്നുമില്ല. കർത്താവിന്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ടാൽ, ക്രിസ്തുവിലായാൽ ഒരു പദവിയിലെത്തി. പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കുന്നത് വേറെ, വീണ്ടും ജനിക്കുന്നത് വേറെ. ഒരുവൻ വീണ്ടും ജനിക്കുമ്പോൾ അവനൊരു പദവിയിലായി. ആ പദവിയിൽ നിന്ന് തള്ളിയിടാൻ ഇന്നും പിശാച് ശ്രമിക്കുന്നുണ്ട്. 2026-ന്റെ 2-ാമത്തെ സഭായോഗത്തിൽ വരെയും അനേക പ്രാവശ്യം തള്ളിയിടാൻ നോക്കിയിട്ടും ആ നിർത്തിയ പാറയിൽ നിന്ന് വീഴാതെ നിൽക്കുന്നവരുണ്ടെങ്കിൽ, 40-ാം സങ്കീർത്തനക്കാരന്റെ ഭാഷയിൽ, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് എന്നെ കരേറ്റി ഒരു പാറമേൽ എന്നെ നിർത്തി എന്റെ വായിൽ പുതിയ പാട്ട് തന്നു. ആ നിർത്തിയ സ്ഥാനത്ത് നിന്ന് തള്ളിയിടാൻ അനേക പ്രാവശ്യം നോക്കിയിട്ടും കൃപയാൽ ഇന്നും ദൈവം എന്നെ നിർത്തിയെടുത്ത് നിൽക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്ത് ആ പദവിയെ തള്ളിയിടാൻ ഒരുപാട് പ്രാവശ്യം നോക്കി. സ്തോത്രം. ഇവിടെ എഴുതിയിരിക്കുന്നു, ഈ അപ്പൻ വന്ന് പറയുക, ഈ ദുരാത്മാവ് കൂടിയിരിക്കുന്നത് തള്ളിയിടാനാണ്. സ്തോത്രം. 1. 2, അവിടെ എഴുതിയിരിക്കുന്നത് തള്ളിയിടുക മാത്രമല്ല, അവനെ എവിടെ വെച്ച് പിടിച്ചാലും അവനെ തള്ളിയിടുകയും പിന്നെ അവനെ നുരച്ച് പല്ല് കടിച്ച്. 2-ാമത്തെ കാര്യമാണ്, ഇവനെ കയറി നുരച്ച് പല്ല് കടിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. പല്ലുകടി എന്നൊക്കെ പറയുന്നത് വേദപുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട കാര്യമാണ്. സഹിക്ക വയ്യാതെ വരുമ്പോഴാണ്. എപ്പോഴാണ് പല്ല് കടിക്കുന്നത്? കടിച്ചിട്ടുള്ളവർക്കറിയാം. നമുക്ക് നമ്മളെ തന്നെ ദേഷ്യമൊക്കെ വരുമ്പോഴാണ് അങ്ങ് പല്ല് കടിക്കുന്നത് മിക്കവാറും. അല്ലെങ്കിൽ സഹിക്ക വയ്യാത്ത, താങ്ങാനാവാതെ എവിടെയെങ്കിലും ഈ പ്രഷർ ഒന്ന് തീർക്കണം. അപ്പൊ നമ്മുടെ അകത്ത് വരുന്ന വല്ലാത്ത ഒരു വലിയ സ്തോത്രം, ഒരു എന്താ പറയാ, പ്രഷർ, അത് തന്നെ പറയാം, അത് ഒഴിവാക്കുക. അപ്പോഴാണ് ഈ പല്ലുകടി ഉണ്ടാകുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവരെ അകത്ത് പിശാച് അകത്ത് കയറിയാൽ, അശുദ്ധാത്മാവ് അകത്ത് കയറിയാൽ ധന്യപ്പിക്കുകയാണ്, ഭാരപ്പെടുത്തുകയാണ്. സ്തോത്രം. അങ്ങ് സഹിക്ക വയ്യാതെയാക്കുകയാണ്. അതുകൊണ്ടാണല്ലോ പല്ലുകടി ഉണ്ടാക്കുന്നത്. 3-ാമത്തെ കാര്യം എഴുതിയിരിക്കുന്ന അവിടെ വരണ്ടു പോകുകയാണ്. അശുദ്ധാത്മാവ് കയറിയിട്ട് ആരും പച്ച പിടിച്ചത് കണ്ടിട്ടില്ല, വരണ്ടു പോയതേ കണ്ടിട്ടുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. താഴെ എഴുതിയിരിക്കുന്ന വാക്യം 22-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, എവിടെ വെച്ച് അവനെ തള്ളിയിട്ടാലും നശിപ്പിക്കേണ്ടതിന് എന്ന് എഴുതിയിരിക്കുന്നത്. നശിപ്പിക്കേണ്ടതിന്. അപ്പൊ ഇവരുടെ ലക്ഷ്യം നശിപ്പിക്കുക. 4-ാമത്തത് പറയുന്നത് നശിപ്പിക്കുക. 5-ാമത്തത് എങ്ങോട്ടാ തള്ളിയിടുന്നത്? കൃത്യമായ ടാർഗറ്റ് ഉണ്ട്. എങ്ങോട്ടാ തള്ളിയിടുന്നത്? അമ്മച്ചിയുടെ മടിയിലേക്കല്ല, ഉപദേശയുടെ മുമ്പിലേക്കല്ല, തീയിലേക്കും വെള്ളത്തിലേക്കും. അതിനർത്ഥം എന്താ? ഇവന്റെ തള്ളിയിടലിന്റെ പുറകിൽ ഉദ്ദേശമുണ്ട്. തീയിലേക്കും വെള്ളത്തിലേക്കും തള്ളിയിട്ടാൽ എന്നേക്കും ഇല്ലാതാകണം. സ്തോത്രം, ഹല്ലേലൂയ. തിരിച്ച് ഡെഡ് ബോഡിയെ കിട്ടാവൂ. ആ കഥ അവിടെ തീരണം. അപ്പൊ 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. 1-ാമത്തവൻ തള്ളിയിടും, 2-ാമത്തവൻ നുരച്ച് പല്ല് കടിപ്പിക്കും, 3-ാമത്തവൻ സ്തോത്രം വരണ്ടു പോകുന്ന സ്ഥിതിയിലേക്ക് എത്തിക്കും, 4-ാമത്തവൻ നശിപ്പിക്കും, 5-ാമത്തവൻ തീയിലും വെള്ളത്തിലേക്കും തള്ളിയിടും. ഇതിനാണ് സാത്താൻ കൂടുന്നത്. പക്ഷെ മർക്കോസിലേക്ക് മടങ്ങി വരുമ്പോൾ ഇവിടെ കാണുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം. അവൻ ചോദിച്ച ചോദ്യം ഇതാണ്, ഞങ്ങളെ നശിപ്പിക്കാൻ വന്നു. അതിനർത്ഥം എന്താ? ഇത്രയും നാളും കുടുംബങ്ങളെ നശിപ്പിച്ച, തലമുറകളെ നശിപ്പിച്ച, ഭാര്യ ഭർത്തൃ ബന്ധം നശിപ്പിച്ച, മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരുന്ന അനേക കൂട്ടായ്മകളെ നശിപ്പിച്ച,
സഭകളെ നശിപ്പിച്ച ഈ കള്ളപ്പിശാച് ചരിത്രത്തിൽ ആദ്യമായി തിരിഞ്ഞു ചോദിക്കുക, എന്നെ നശിപ്പിക്കാൻ ഒരുത്തൻ വന്നിരിക്കുന്നു. ഇന്ന് പകൽ ഞാൻ പ്രസംഗിക്കുന്നത് പിശാചിനെ അല്ല, അധികാരമുള്ള യേശുവിനെയാണ്. നിന്നെ നശിപ്പിക്കാൻ, നിന്റെ സന്തതിയെ നശിപ്പിക്കാൻ, നിന്റെ ജീവിതത്തെ നശിപ്പിക്കാൻ, നിന്റെ ശുശ്രൂഷയെ നശിപ്പിക്കാൻ, നിന്റെ കൊച്ചു കൂട്ടായ്മയെ നശിപ്പിക്കാൻ, ഇരുണ്ട സ്ഥലങ്ങളിൽ വ്യാപരിക്കുന്ന ഈ അധികാര ശക്തിക്ക് മീതെ അവനെ നശിപ്പിക്കുന്ന ഒരുവൻ ഈ ലോകത്തിൽ വന്നു എന്നുള്ളത് ഞങ്ങളുടെ സന്ദേശത്തിന്റെ ഏറ്റവും കാതലായ ഭാഗമാണ്. ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേൾക്കുന്നവരെ ഓർപ്പിക്കുന്നു, ലോകത്തെ നശിപ്പിച്ചുകൊണ്ടിരുന്നവനെ നശിപ്പിക്കുന്നവൻ ഭൂമിയിൽ വന്നു. അതവൻ ഏറ്റു പറഞ്ഞു, ഞങ്ങളെ നശിപ്പിക്കുവാൻ വന്നിരിക്കുന്നു. എന്റെ ചിന്ത സ്തോത്രഹാലേ പിശാചിന് മനസ്സിലായി എന്നുള്ളതാണ്. 24-ാം വാക്യം ഞാൻ ഒന്നുകൂടെ വായിച്ചോട്ടെ. 24-ാം വാക്യം അവിടെ എഴുതിയിരിക്കുന്നു, സ്തോത്രം, നസറേയനായ യേശുവേ. അത് കർത്താവിന്റെ അഡ്രസ്സാന്ന് വിചാരിച്ചു. നസറേയനായ യേശു എല്ലാവർക്കും അറിയാം. പക്ഷെ നീ നസറേയനായ യേശുവാന്നും പറഞ്ഞ് സാത്താൻ നിർത്തിയില്ല, പിശാച് നിർത്തിയില്ല. അടുത്തത് കേട്ടോ, നസറേയനായ യേശുവേ, ഞങ്ങൾക്ക് നിനക്കും തമ്മിൽ എന്താ? അടുത്തത് അടുത്ത വാക്യം, അങ്ങ് ആരെന്ന് ഞങ്ങൾ അറിയുന്നു. നസറേയനായ യേശുവേ എന്ന് വിളിച്ചിട്ട് അതിനപ്പുറത്തേക്ക് ഈ ദുരാത്മാവ് പറയാണ്, സ്തോത്രം, നീ ആരെന്ന് ഞങ്ങൾ അറിയുന്നു. അടുത്ത വാക്ക്, ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ. ആ വാക്ക് വായിച്ചപ്പോൾ ദൈവത്തെ ഒരുപാട് സ്തുതിച്ചു. രണ്ട് കാര്യങ്ങൾ പറഞ്ഞു നിർത്താം. ആ വാക്കിനെ പിരിക്കുക, ദൈവത്തിന്റെ പരിശുദ്ധൻ. സാത്താന് പിടികിട്ടി. എന്ത് പിടികിട്ടി? സ്തോത്രം, ഞാനിങ്ങനെ നിങ്ങളെ പതുക്കെ ആ ദൂതിലേക്ക് കൊണ്ടെത്തിക്കാം. പിശാചിന് മനസ്സിലായി ഇവൻ ദൈവത്തിന്റെ ആരാണ്ടുവാണ്. സ്തോത്രം, മനസ്സിലായല്ലോ? ഇവൻ ദൈവത്തിന്റെ പരിശുദ്ധൻ. എന്നല്ലേ ആ വാക്ക് കേട്ടെ, ദൈവത്തിന്റെ. അങ്ങനെ ബൈബിളിൽ എഴുതിയിരിക്കുന്ന വാക്കുണ്ട്, ദൈവത്തിന്റെ സഭ, ദൈവത്തിന്റെ പർവ്വതം, ദൈവത്തിന്റെ മനുഷ്യൻ, ദൈവത്തിന്റെ ആട്ടിൻകൂട്ടം. സ്തോത്രം, ദൈവത്തിന്റെ വടി, ദൈവത്തിന്റെ പരിശുദ്ധൻ. ഞാൻ നിങ്ങളോട് പറയാം, നീ ആരായാലും കുഴപ്പമില്ല, ദൈവത്തിന്റെ ആരാന്നുള്ളതാണ് പിശാചിന് വിഷയം. സ്തോത്രം, നമ്മളൊരു പക്ഷെ ഇവിടുത്തെ വലിയ ആളായിരിക്കാം, ഏത് പാർട്ടിയിലാണെങ്കിലും, ഏത് സഭയിലാണെങ്കിലും, ഏത് സമുദായത്തിലാണെങ്കിലും അതൊന്നും ദുഷ്ടപിശാചിനെ ഞെട്ടിക്കത്തില്ല. പക്ഷെ ഇന്നത്തെ സഭായോഗത്തിൽ പങ്കെടുക്കുന്നവരോട് പറയാം, പിശാചിന് തോന്നുകയാണ്, മനസ്സിലാകുകയാണ്, ഈ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന മനുഷ്യൻ ഏതോ സംഘടനയുടെ ഐഡന്റിറ്റി കാർഡ് ഉള്ളവനെന്നല്ല. ഈ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന മനുഷ്യൻ ദൈവത്തിന്റെ ആരോ ആണെന്ന് സാത്താന് തോന്നാൻ തുടങ്ങിയാൽ എന്റെ ശുശ്രൂഷ ജയിച്ചു. ഹല്ലേലൂയ. ആരാധിച്ചും പ്രാർത്ഥിച്ചും സ്തുതിച്ചും സഭായോഗത്തിൽ പങ്കെടുക്കുന്ന നിങ്ങൾ അന്യഭാഷ പറഞ്ഞോ, കൈയടിച്ചോ, സ്തോത്രം ചെയ്തോ, എങ്ങനെ ഇരുന്നാലും ഈ ആരാധന തീരുന്നതിനേക്കാൾ മുമ്പ് അന്ധകാര ലോകത്തിന് മനസ്സിലാകണം, നീ ദൈവത്തിന്റെ ആരോ ആണ്. വേദപുസ്തകം തോളെ ചുമന്നോടെ നടന്നിട്ട് പിശാചിന് ഇതുവരെ തോന്നിയിട്ടില്ല നീ ദൈവത്തിന്റെ ആരോ ആണെന്ന്. അങ്ങനെ തോന്നാൻ തുടങ്ങുന്ന ദിവസം നിന്റെ മുമ്പിൽ ദുഷ്ടൻ കരയാൻ തുടങ്ങും. അങ്ങനെ തോന്നാൻ തുടങ്ങുന്ന ദിവസം നിന്റെ മുമ്പിൽ പിശാച് കൈകൂപ്പി പറയും, എന്നെ നശിപ്പിക്കരുത്. ഇന്ന് വരെ നടന്നുകൊണ്ടിരുന്നത് നേരെ തിരിഞ്ഞ് കറങ്ങണമെങ്കിൽ ഒരു വഴിയെ ദൈവാത്മാവ് ഇന്ന് പകരക്കാലം പറയുന്നുള്ളൂ. നീ ആരുടെ ആളാന്നുള്ളതല്ല, നീ ഏത് ബൈബിൾ കോളേജിലെ പഠിച്ചെന്നുള്ളതല്ല, നിന്നെ ആരാ സ്നാനപ്പെടുത്തിയെന്നുള്ളതല്ല, നീ ഏത് സഭയുടെ ആളാന്നല്ല. പിന്നെ എന്താ മനസ്സിലാക്കേണ്ടത്? നിന്റെ തിയോളജി ഏത് കോളേജിൽ നിന്ന്, ഏത് യൂണിവേഴ്സിറ്റി എന്നുള്ളതല്ല, നീ ദൈവത്തിന്റെ ആരാണ്. അതിന്ന് പകരക്കാലം ആത്മലോകം അറിയട്ടെ, അന്ധകാര ശക്തികൾ അറിയട്ടെ, നിന്റെ മക്കൾ അറിയട്ടെ, അറിയട്ടെ, ഞാൻ ദൈവത്തിന്റെ ആരാന്ന്. പിശാച് അറിഞ്ഞു, ഈ വരുന്നവൻ റബിമാരെ കണ്ടിട്ടുള്ള സാത്താൻ, മൂപ്പന്മാരെ കണ്ടിട്ടുള്ള സാത്താൻ, മഹാപുരോഹിത വൃന്ദത്തെ കണ്ടിട്ടുള്ള പിശാച് അന്നൊന്നും ഈ പള്ളിക്കകത്ത് ഇവന് തോന്നിയില്ല. പക്ഷേ ഇന്ന് വന്ന് ഉപദേശിക്കുന്നവനെ കണ്ടപ്പോൾ പിശാചിന് മനസ്സിലായി, ഇവൻ യഹൂദ മതത്തിന്റെ ആളല്ല, ഇവൻ സന്നിധി സംഘത്തിന്റെ ആളല്ല, ഇവൻ ദൈവത്തിന്റെ ആളാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആളാണ്. ദൈവത്തിന്റെ. അടുത്ത വാക്ക് പരിശുദ്ധൻ. ഈ മാസമല്ല, കഴിയുമെങ്കിൽ ഈ വർഷം മുഴുവൻ പവർ വിഷൻ ഹൈലൈറ്റ് ചെയ്യുന്നത് വിശുദ്ധരാകുക എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ്. അതുകൊണ്ട് ഈ സന്ദേശത്തിൽ ഞാൻ ചേർത്ത് പറയാം, സ്തോത്രം, ഹല്ലേലൂയ. രണ്ട് കാര്യങ്ങൾ ആ വാക്യത്തിനകത്ത് മനസ്സിലായി. ഒന്ന്, ഈ വരുന്നവൻ, ഈ നിൽക്കുന്നവൻ, ഈ പ്രസംഗിക്കുന്നവൻ, എന്റെ നേരെ അഗ്നിജ്വാലക്കത്തെ കണ്ണുകൊണ്ട് നോക്കുന്നവൻ, ഇവൻ ഈ മതത്തിന്റെ ആളല്ല, ഇവൻ ദൈവത്തിന്റെ ആളാണ്. അത് മനസ്സിലായവർ സന്തോഷത്തോടെ സ്തോത്രം ചെയ്തേരെ. ഇന്ന് നമ്മളെ കുറിച്ച് അങ്ങനെ തന്നെയാണ്. നീ ദൈവത്തിന്റെ പുത്രൻ, നീ ദൈവത്തിന്റെ മകൻ, ദൈവത്തിന്റെ മകൾ എന്ന് അന്ധകാര ലോകത്തിന് അറിയണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. രണ്ടാമത്, പിശാചിന് മനസ്സിലായി ഇവൻ പരിശുദ്ധനാണ്. രണ്ട് കണ്ണും, രണ്ട് കാലും, രണ്ട് മൂക്കും, ഈ ശരീരമൊക്കെ എല്ലാരെ പോലെ ഈ മനുഷ്യൻ, ഈ കർത്താവിനുണ്ട്. പക്ഷെ അവരിൽ നിന്ന് അവർക്കില്ലാത്തതും ഇവനുള്ളതും എന്താന്ന് പിശാചിന് പിടികിട്ടി. ഇവൻ പരിശുദ്ധനാണ്. ഈ പകൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു നിർത്താം, ദുഷ്ട പിശാചിന് മനസ്സിലാകുകയാണ്, നീ വിശുദ്ധനാണ്. സ്തോത്രം, നീ വിശുദ്ധമതിയാണ്. നിന്നെ അവന്റെ ചങ്കിലെ ചോര കൊണ്ട് കഴുകി പാപക്കറ നീക്കിയതാണ്. നിന്റെ അകത്ത് പരിശുദ്ധാത്മ വസിക്കുകയാണ്. നിന്റെ ശരീരം വിശുദ്ധമാണ്, നിന്റെ ഹൃദയം വിശുദ്ധമാണ്,
നിന്റെ കരങ്ങൾ വിശുദ്ധമാണ്, നീ വിശുദ്ധനാണ് എന്ന് തോന്നാൻ തുടങ്ങിയാൽ ഞാൻ ഉറപ്പു തരാം, നിന്റെ വീട്ടിൽ കഴിഞ്ഞ ആണ്ട് വരെ കറങ്ങി നിന്ന ദുഷ്ടശക്തി നാം വിശുദ്ധരായാൽ, നാം ദൈവത്തിൻ്റെതായാൽ, ഉറപ്പ് നിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയാതെ വണ്ണം പൈശാചിക ശക്തികൾ ഇട്ടിട്ട് പോകാനിടയാകും. ഞാൻ അവസാനിപ്പിക്കുന്നു. ഉപദേശിച്ചപ്പോൾ ജനങ്ങൾ അറിഞ്ഞു ഇവൻ ആര്. ദൈവാലയം ശുദ്ധീകരിച്ചപ്പോൾ പുരോഹിതന്മാരും മൂപ്പന്മാരും അറിഞ്ഞു ഇവൻ ആര്. എന്നാൽ സ്തോത്രം, ദൈവിക അധികാരത്തിൽ ശുശ്രൂഷ തുടങ്ങിയപ്പോൾ പിശാചും കൂട്ടരും അറിഞ്ഞു ഇവൻ ആര്. പണ്ട് ഉപവാസം കഴിഞ്ഞ് മരുഭൂമി പ്രാർത്ഥിക്കുമ്പോൾ ഈ വരുന്ന ദുരാത്മാക്കളുടെ തലതൊട്ടപ്പൻ പിശാച് യേശുവിനോട് ചോദിച്ചതാ, നീ ദൈവത്തിന്റെ പുത്രനാണോ? ആണെങ്കിൽ ഈ കല്ല് കൊണ്ടൊന്ന് അപ്പം ഉണ്ടാക്കി എന്നൊക്കെ ചോദിച്ചതാ. അന്നറിയാത്തവനെ പള്ളിക്കകത്ത് വെച്ച് അറിയിപ്പിച്ചു, അവനെ കൊണ്ട് പറയിപ്പിച്ചു ഇവൻ ദൈവത്തിന്റെ പുത്രനാണ്. സ്തോത്രം. ഇന്ന് പകൽക്കാലം നിന്റെ പരിശോധന വേളകളിൽ നിന്റെ മുമ്പിൽ നിന്ന ദുഷ്ടശക്തികൾക്ക് അറിയാൻ കഴിയാതെ പോയത്, നിന്റെ ആരാധന വേളകളിൽ, നിന്റെ ആത്മീക സ്ഥലങ്ങളിൽ തിരിച്ചറിയട്ടെ, നീ ദൈവത്തിന്റെ ആരോ ആണ്, നീ വിശുദ്ധനാണ്. ദൈവം ഈ ആണ്ട് മുഴുവൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ.